പേരെന്തായിരുന്നു? സാന്ദ്ര. സാന്ദ്ര വളരെ മനോഹരമായി സംസാരിച്ചു. എന്തായാലും സാന്ദ്രയുടെ നാവ് പൊന്നാവട്ടെ. സന്തോഷം. എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു വേദി പുതിയതാണ്. അപ്പം ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുന്നത് സനീഷ് മിലേപ്പാട്ട്. ശരിക്കും പാലക്കാടാണ് സ്ഥലം. കൊച്ചിയിൽ വന്നിട്ട് 11 വർഷത്തോളമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിനിമ എൻ്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ പണ്ട് ശ്രമിച്ച സമയത്തൊന്നും നടന്നില്ല. പിന്നീട് ജോലിയും പ്രൊഫഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലൊരു അവസരം വന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല, ദൈവം വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ വിളിച്ചു, ചെന്ന് കണ്ടു, സംസാരിച്ചു. കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ശരി, ചെയ്യാം, പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പുതിയൊരു അനുഭവം തന്നെയായിരുന്നു സിനിമ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വന്നത്, കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. ആദ്യമായി സർവേഷനോട് നന്ദി പറയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇത് ഒരു കഥ, ഒരു സിനിമ ആവുക എന്നുള്ളത്, എനിക്ക് ആക്ച്വലി സിനിമയായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക മാത്രമായിരുന്നു എനിക്ക് സിനിമയായിട്ടുള്ള ആകെ ഒരു ബന്ധം. പക്ഷെ ഇപ്പം ഇത് ഒരു ആദ്യത്തെ സിനിമ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ, ചലഞ്ചസ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇതിന് എത്ര ആളുകളുടെ പ്രയത്നമാണ്, എത്ര ആളുകളുടെ സമർപ്പണബോധമാണ്, അർപ്പണബോധം, സമർപ്പണം, അവരുടെ എഫേർട്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള അതൊരു യാത്ര തന്നെയാണ്. ഒരു കഥ നല്ലൊരു സിനിമയാവണമെങ്കിൽ അത് വലിയൊരു യാത്ര തന്നെയാണ്. അപ്പോൾ ഈ യാത്രയിൽ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, ഈ യാത്രയിൽ ഇനിയും എന്ന സിനിമയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇന്ന് ഈ സിനിമ, ഇനിയും എന്ന സിനിമ ഇന്ന് ഈ രീതിയിൽ ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ മനസ്സ് തുറന്ന് ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു ആളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ, നിഷ്കളങ്കനായ തന്നെ പറയണം, നമ്മുടെ പ്രിയങ്കരനായ നിർമ്മാതാവ് ശ്രീ സുധീർ സി. അദ്ദേഹത്തെ ഈ വേദിയിൽ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമ ഒരു കഥ നല്ലൊരു സിനിമയായി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച, വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ബഹുമാന്യനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ, നമ്മൾ ഒരാളായി നമ്മുടെ ഒപ്പം ജോലി ചെയ്ത നമ്മുടെ ഡയറക്ടർ ശ്രീ ജീവ സർ, അദ്ദേഹത്തെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പരിമിതിക്കുള്ളിൽ, വളരെയധികം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സിനിമ എന്ന കഥ മാത്രം പോരാ, നമ്മൾ കഥ പറഞ്ഞാൽ പോരാ, അത് നമ്മൾ ക്യാമറ കണ്ണിലേക്ക് നമ്മൾ ഒപ്പിയെടുക്കണ്ടേ. അപ്പം അതിന് ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ വിഷ്വൽസിനെയും വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച നമ്മുടെ ഛായാഗ്രാഹകൻ, നമ്മുടെ DOP ശ്രീ കനകേട്ടൻ. ഒരുപാട് ആളുകളുടെ പേര് പറയാനുണ്ട്, അപ്പോൾ എല്ലാ പേരും ഒരുമിച്ച് വരില്ല, ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷറഫുദ്ദീൻ, അതേപോലെ തന്നെ ഒട്ടനവധി ആളുകൾ, നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിനേതാക്കളായിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മലയാള സിനിമയിലെ പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കൾ നമ്മുടെ നിലവിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. റിയാസ് സാർ, അഷ്കർ സാർ, സുധീർ സാർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, കൈലാഷ് സാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ നമ്മൾ ജോലി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബൈജുകൂട്ടൻ എന്നും ഭയങ്കര രസമായിരുന്നു. ബൈജുകൂട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വലിയൊരു അനുഭവങ്ങൾ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ സംഗീതം നിർവഹിച്ച മോഹൻ സിത്താര സാർ, ചന്ദ്രശേഖരൻ സാർ, നന്ദകിഷോറായിട്ട് ഒരുപാട് ആളുകളുണ്ട്. പേരുകൾ ഒരുപാട് ഇനി വിട്ടുപോകും. പിന്നെ അതുപോലെ നമ്മുടെ ഇത് സാങ്കേതികമായി നമ്മളെ സംയോജിപ്പിച്ച നമ്മുടെ പ്രൊഡക്ഷൻ, ഫുഡ് എന്നുള്ള ആളുകൾ, ആർട്ട്, കോസ്റ്റ്യൂം, ലൈറ്റ്സ്, സൗണ്ട്, DI, അതുപോലെ ക്യാമറ ടീം, വെഹിക്കിൾ, ഡ്രൈവേഴ്സ് വരെ എന്നോട് പല സജഷൻസും പറയും. ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട്, ഈവൻ കൊല്ലംകോട് ഷൂട്ടുള്ള സമയത്തൊക്കെ കൊല്ലംകോട്ട് പൊള്ളാച്ചി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയും സോങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, എന്നിട്ട് കുറച്ച് രജനീകാന്തിൻ്റെ ഒക്കെ വീഡിയോസ് കാണിച്ചു തരും. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ റെഫർ ചെയ്യാനാണ് ഒരു. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അസോസിയേറ്റ്സ് ജയരാജ്, ആശ, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ്, ചാർമിള മാഡം. അപ്പം എന്തായാലും ഇതൊക്കെ വലിയൊരു അനുഭവം തന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇന്നത്തെ അസത്യവും അധാർമികതയും നിറഞ്ഞ ഈ ലോകത്ത് സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും മാർഗത്തിൽ നടന്ന കുറച്ച് വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറെ ചലഞ്ചസ്, അവർ ഫേസ് ചെയ്ത ഒരുപാട് ചലഞ്ചസ്, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന, പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഇനിയും. തികച്ചും കുടുംബ പ്രേക്ഷകർക്ക് അവരെ സ്വാധീനിക്കുന്ന തരത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമ. സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ ഗൃഹാതുരത്തൊക്കെ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒതുങ്ങി കഴിഞ്ഞു. അപ്പം നമുക്ക് 2 മണിക്കൂർ 2.25 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കുറെ ഗൃഹാതുരത്വം, അതുപോലെ മലയാള മനസ്സിന്റെ നന്മ, ഇതെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കത് കാണാൻ സാധിച്ചു. ഓരോ സമയത്തും നമ്മൾ ആ ഷൂട്ടിന്റെ ഇടയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കൊരു അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അവിടുന്ന് പഠിച്ചു.
പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സുധീരേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു കർഷക കുടുംബത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിനിമയിൽ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ വളരെ നല്ല സിനിമയായിരിക്കും. ഞാൻ കൂടുതൽ വാക്കുകൾ തിരിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ സിനിമാ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ട് എന്താണെന്നും എനിക്കറിയില്ല. പക്ഷെ ആഗ്രഹമുണ്ട്. സിനിമ ആഗ്രഹിച്ച് വന്നതല്ല. പക്ഷെ ഇപ്പോൾ ഒരു പടം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു വ്യത്യാസങ്ങളുണ്ടാവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം വേണം, എല്ലാവരുടെയും സപ്പോർട്ട് വേണം, പ്രാർത്ഥനകൾ വേണം. ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ച വിജയം എത്തിക്കാനായിട്ട് എല്ലാ ആളുകളും, ഇത് കാണുന്ന ആളുകൾ ആരും എല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും വി ആർ എക്സ്പെക്ടിങ് യുവർ ഓൾ സപ്പോർട്ട്. താങ്ക് യു. കുറിച്ച് നമ്മളോട് പറയാനുള്ളത്. ഹായ്, എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. എൻ്റെ പേര് ഭദ്ര, തൃശ്ശൂർക്കാരിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ട് നായികയായിട്ട് വരുന്നതിൻ്റെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു മൊമെൻ്റാണ് ഈ ഒരു നിമിഷം. ഞാൻ ആദ്യം തന്നെ എന്നെ ഇനിയും എന്ന സിനിമയിലേക്ക് സെലക്ട് ചെയ്ത സുധീർ സാറിനും അതുപോലെ ജീവ സാറിനും ഇവരെ പരിചയപ്പെടുത്തി കൊടുത്ത ജിജു ചേട്ടനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എന്ന സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച മോഹൻ സിത്താര സാറിൻ്റെ സോങ്ങും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ശ്രീനിവാസൻ സാറിൻ്റെ സോങ്ങിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനവും അതുപോലെ സന്തോഷവുമുണ്ട്. പിന്നെ ഇനിയും എന്ന സിനിമയിൽ ഞാൻ ആദ്യമായി നായികയാവുമ്പോൾ അതിൻ്റെതായ ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത ഇനിയും മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. പാർട്ടി എന്താണ് നമ്മളോട് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് പാർത്ഥിബ് കൃഷ്ണൻ. ഞാൻ ഇനിയും സിനിമയിൽ ദത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ അഷ്കർ സദൻ സാറിൻ്റെ ചെറുപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനോടാണ് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ സ്ട്രഗിളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഈ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ പറയും, അച്ഛൻ്റെ ഓരോ സങ്കടങ്ങളെയും ഷെയർ ചെയ്യും. അപ്പോൾ എനിക്കാകെ ഇങ്ങനെ ഇമോഷണൽ. പക്ഷെ ഞാൻ അച്ഛനോട് പറയും, ഇമോഷണൽ ആവണ്ട, നമുക്കിത് പറ്റും, അങ്ങനെ പറ്റി എല്ലാം കൊണ്ട് ഇവിടം വരെ എത്തി. ഇനി നമ്മൾ കുറച്ചും ഈ റിലീസ് ആവാനുള്ള സമയങ്ങളിലല്ല വേണ്ട. അപ്പം എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡയറക്ടർ സാർ, ജീവ സാർ, പറയാനുള്ളത് നന്ദി. പിന്നെ നമ്മുടെ സിനിമ പറഞ്ഞ ടീം, ഇനിയുമുള്ള ടീം, അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അഭിനയിക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഞാനിങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഫുൾ ഫിയർ തന്നെയായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാനൊന്നും പറ്റണമെന്നില്ല. ഓരോ സീന് ടേക്കൊക്കെ എടുക്കുമ്പോൾ കുറേ ടേക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അവരുടെ സപ്പോർട്ടാണ്. അവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പേടിപ്പിക്കാണ്ട് ചെയ്യാൻ പറഞ്ഞ് സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയത്. ബാക്കി എല്ലാം നിങ്ങളെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറഞ്ഞ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി എൻ്റർടൈനർ പടമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.